നമ്മുടെ ഭാര്യമാരെയൊക്കെ വിധവകളാക്കി മാറ്റുന്നതിനെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ മരണപ്പെട്ടു പോകുന്ന വലിയൊരു പരീക്ഷണം, അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണമാണ്. അവർ ജീവിച്ചിരിക്കുക നമ്മൾ മരിക്കല് സ്വാഭാവികമാണ്. മക്കളും ഒക്കെ ഉണ്ടാകും, നോക്കാനും പിടിക്കാനും ഒക്കെ. സാധാരണ സ്ത്രീകൾക്ക് ആദ്യത്തെ ഒരു 40 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 90 ദിവസം 120 ദിവസം ഇദ്ദയുടെ കാലം കഴിയുമ്പോൾ മനസ്സിന് സമാധാനം വരും. അതേ സമയത്ത് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് അത് വല്ലാത്ത വിഷമമാണ്. കാരണം എല്ലാം അവരാണ്. അവരുമായി പിണങ്ങിക്കഴിയുന്ന ആളുകൾ പോലും ഭാര്യയോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. അവരൊക്കെ പോയാലും നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭാര്യയാണ്. ഭാര്യയും മനസ്സിലാക്കി നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭർത്താവാണ്. ബാക്കി മക്കളൊക്കെ പോകാനുള്ളതാണ്. അവരൊക്കെ ഇന്നല്ലെങ്കിൽ വേറെ വീട്ടിലോട്ടൊക്കെ മാറി താമസിക്കും. നിങ്ങളാണ് പ്രായം 60 എത്തിയാലും 70 എത്തിയാലും. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലാകുമ്പോൾ ഏത് നിലയിലായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വഹാബ അല്ലാഹുവിന്റെ റസൂല് തന്നെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു. വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കിയ മുത്തുനബിയുടെ ജീവിതം, നമ്മളെ പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത്. കുടുംബത്തോടൊപ്പമുണ്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുടുംബജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കണം. ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം. ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ ഭാഗവാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം. അതിന് മൊബൈൽ ഒരു വിലങ്ങുതടിയാവരുത്, അത് മാറ്റിവെച്ചേ പറ്റൂ. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോ, ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോ, ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോ, അവരുടെയുമാകുന്ന സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്.